ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ രാത്രിയിലാണ് കേട്ടോ പ്ലാൻ ചെയ്തത് ഷോപ്പിങ്ങിന് പോകാമെന്ന്. അപ്പോൾ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്താണ് വിശാൽ മാർട്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ വന്നാൽ ഏക ആശ്രയം എന്ന് പറയുന്നത് വിശാൽ മാർട്ടാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും വിശാൽ മാർട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. നമ്മുടെ കൊല്ലത്തും വിശാൽ മാർട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പം ഞങ്ങളും വേറൊരു ഫാമിലീസും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂടെ. അവിടെ മിക്ക സാധനത്തിനും വില കുറവാണ് കേട്ടോ, പ്രത്യേകിച്ച് ഡ്രസ്സിനെല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണുള്ളത്. കൂടുതലും നമ്മൾ അവിടെ പോയി തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്യാറുള്ളത്. നമ്മൾ 9 മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു വിശാൽ മാർട്ട് ക്ലോസ് ചെയ്യുമെന്നുള്ളത്. സാധാരണ നമ്മൾ ഇതിലും നേരത്തെയാണ് കേട്ടോ അവിടെ പോകാറുള്ളത്. എന്തായാലും നമ്മുടെ ഭാഗ്യം കൊണ്ട് വിശാൽ മാർട്ട് ക്ലോസ് ചെയ്തില്ല. അങ്ങനെ നമ്മൾ വണ്ടി വേഗം പാർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ വേഗം ഷോപ്പിലേക്ക് ചെന്നു കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ പോയത് മെൻസ് വെയറിലേക്കാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് കുറച്ച് ഡ്രസ്സസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് ആദ്യം പോയത്. നമ്മളോട് കയറിയപ്പോൾ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു വേഗം തന്നെ പർച്ചേസ് ചെയ്യണം, കാരണം 10 മണിയാകുമ്പോൾ ഷോപ്പ് ക്ലോസ് ആവുമെന്ന്. ലിതിയ ചേച്ചിയും ജോൺ ചേട്ടനും പിള്ളേരും അവർക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണ്. എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. ഇതിനു മുന്നേ ഇത്രയും നല്ല കളക്ഷൻസ് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ട്. അതുമാത്രമല്ല നല്ല അഫോർഡബിൾ പ്രൈസും. 100 രൂപ തൊട്ടുള്ള ടീഷർട്ടെല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. 100 രൂപയുടെ ഷർട്ട് എന്ന് പറയുന്നത് മെറ്റീരിയൽ കാര്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ അത്യാവശ്യം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ബില്ലടിക്കാനായിട്ട് നമ്മൾ നേരെ കൗണ്ടറിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ വീഡിയോസ് എടുക്കാൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ. പുതിയതായിട്ട് ഈ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.